ഇന്ന് നമ്മൾ പഠിക്കുന്നത് ബയോ ജിയോ കെമിക്കൽ സൈക്കിൾസിനെ കുറിച്ചാണ്. എല്ലാ ഫോം ഓഫ് ലൈഫും ഡിപ്പെൻഡ് ചെയ്യുന്ന മെയിൻ ബേസിക് സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് സണ്ണാണ്. ദിസ് എനർജി ഇനീഷ്യേറ്റ്സ് ലൈഫ് പ്രോസസ്സ് ഇൻ ദ ബയോസ്ഫിയർ ത്രൂ ഫോട്ടോസിന്തസിസ്, ദ മെയിൻ സോഴ്സ് ഓഫ് ഫുഡ് ആൻഡ് എനർജി ഫോർ ഗ്രീൻ പ്ലാന്റ്സ്. അപ്പോൾ ബയോസ്ഫിയറിൽ ലൈഫ് പ്രോസസ്സിനെ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ഈ എനർജിയാണ്. എങ്ങനെയാണ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്? ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് വഴി. പ്രൊഡ്യൂസേഴ്സ് അഥവാ ഗ്രീൻ പ്ലാന്റ്സ് അവയുടെ ഫുഡ് ആൻഡ് എനർജി പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ്. അപ്പം ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമാണ്. കാർബൺ ഡൈ ഓക്സൈഡും സൺലൈറ്റും ആവശ്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ സൺലൈറ്റ് ഉപയോഗിച്ചിട്ട് ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഓർഗാനിക് കോമ്പൗണ്ട്സ് ആയിട്ടും ഓക്സിജനായിട്ടും കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഓക്സിജൻ എന്തിനാണ്? നമുക്ക് ആവശ്യമുള്ളതാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. ഈ ഓക്സിജനെ ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് വഴി പ്ലാന്റ്സ് പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആലോചിക്കുമ്പോൾ നമ്മൾ ഹ്യൂമൻസ് റെസ്പിറേഷൻ പ്രോസസ്സ് വഴി പുറത്തേക്ക് വിടും. നമുക്കുള്ളിലേക്ക് വേണ്ടത് ഓക്സിജനാണ്. നമ്മൾ ശ്വാസം എടുത്തു കഴിഞ്ഞ് നമുക്ക് പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് പ്ലാന്റ്സ് അവയുടെ ഫോട്ടോസിന്തസിന് വേണ്ടി സ്വീകരിക്കും. എന്നിട്ട് ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സിന് ശേഷം അതിൻ്റെ ബൈ പ്രോഡക്റ്റായ ഓക്സിജനെ പുറത്തേക്ക് വിടുന്നു, പ്ലാന്റ്സ് പുറത്തേക്ക് വിടുന്നു. എന്നിട്ട് ഈ ഓക്സിജനെ നമ്മൾ ഹ്യൂമൻസ് അല്ലെങ്കിൽ ലൈഫുള്ള എന്ത് ഓർഗാനിസമാണോ അത് അവയുടെ റെസ്പിറേഷൻ പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യും. അവിടെ തന്നെ ഇപ്പോൾ ഒരു സൈക്കിൾ നടക്കുന്നില്ലേ? During photosynthesis, carbon dioxide is converted into organic compounds and oxygen out of the total solar insolation that reaches the Earth's surface. അതായത് എർത്തിൻ്റെ സർഫസിലേക്ക് എത്തിച്ചേരുന്ന ടോട്ടൽ സോളാർ ഇൻസുലേഷൻ്റെ 0.1% മാത്രമേ ഫോട്ടോസിന്തസിസ് വഴി പ്ലാന്റ്സ് ഫിക്സ് ചെയ്യുന്നുള്ളൂ. ഇതിൽ മോർ ദാൻ ഹാഫ് ഈസ് യൂസ്ഡ് ഫോർ പ്ലാന്റ് റെസ്പിറേഷൻ. പ്ലാന്റ്സും റെസ്പയർ ചെയ്യുന്നുണ്ട്. പ്ലാന്റ്സ് റെസ്പയർ ചെയ്യുമ്പോൾ പുറത്തേക്ക് വിടുന്നതെന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ്. അതിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ മാത്രമേ അവ ഓക്സിജൻ പുറത്തേക്ക് വിടുന്നുള്ളൂ. ആൻഡ് ദ റിമൈനിങ് പാർട്ട് ഈസ് ടെമ്പറലി സ്റ്റോർഡ് ഓർ ഈസ് ഷിഫ്റ്റഡ് ടു അതർ പോർഷൻസ് ഓഫ് ദ പ്ലാന്റ്. ദ ബാലൻസ് ഓഫ് ദ കെമിക്കൽ എലമെൻറ്റ്സ് ഈസ് മെയിൻറ്റൈൻഡ് ബൈ എ സൈക്ലിക് പാസേജ് ത്രൂ ദ ടിഷ്യൂസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഈ സൈക്കിൾ എങ്ങനെയാണ് തുടങ്ങുന്നത് വെച്ചാൽ അബ്സോർബിങ് ദ കെമിക്കൽ എലമെൻറ്റ്സ് ബൈ ദ ഓർഗാനിസം. ഏതെങ്കിലും ഒരു ഏതാണ് കെമിക്കൽ എലമെൻറ്റ് അതിനെ ഓർഗാനിസം ആദ്യം അബ്സോർബ് ചെയ്യുന്നു. എന്നിട്ട് അതിനെ എയറിലേക്കോ വാട്ടറിലേക്കോ സോയിലിലേക്കോ റിട്ടേൺ ചെയ്യുന്നു ത്രൂ ഡീകമ്പോസിഷൻ. ദീസ് സൈക്കിൾസ് ആർ ലാർജ്ലി എനർജൈസ്ഡ് ബൈ സോളാർ ഇൻസൊലേഷൻ. These cyclic movements of chemical elements of the biosphere between organism and the environment are referred to as biogeochemical cycles. അപ്പോൾ കെമിക്കൽ എലമെൻറ്റ്സിനെ ബാലൻസ് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള സൈക്ലിക് മൂവ്മെൻറ്റ്സ് ഇതിനെയാണ് എന്തിനടിക്കുള്ള ബയോസ്ഫിയറിൽ നടക്കുന്ന മൂവ്മെൻറ്റ്സ് ആണ് ബിറ്റ്വീൻ ഓർഗാനിസംസ് ആൻഡ് ദ എൻവയോൺമെൻറ്റ്. ഇതിനെ പറയുന്ന പേരാണ് ബയോ ജിയോ കെമിക്കൽ സൈക്കിൾസ് എന്ന് പറയുന്നത്. അതിനകത്ത് 3 ടേംസ് ഒന്ന് ബയോ, ദെൻ ജിയോ, ദെൻ കെമിക്കൽ. അപ്പോൾ കെമിക്കൽ എലമെൻറ്റ്സിൻ്റെ ട്രാൻസ്ഫറാണ് നടക്കുന്നത്. കെമിക്കൽ എലമെൻറ്റ്സിൻ്റെ സൈക്കിളാണ് നടക്കുന്നത്. എന്തിനൊക്കെ ഇടയ്ക്ക്? ബയോ എന്ന് വെച്ചാൽ ലിവിങ് ഓർഗാനിസമാണ്. ആൻഡ് ജിയോ എന്ന് വെച്ചാൽ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ എർത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. റോക്സ്, സോയിൽ, എയർ ആൻഡ് വാട്ടർ ഓഫ് ദ എർത്ത്. ഇതിനെയാണ് ജിയോ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ജിയോയിൽ ഒരു തരത്തിൽ പറഞ്ഞ എൻവയോൺമെൻറ്റിൻ്റെ അബയോട്ടിക് ആയിട്ടുള്ള ഫാക്ടേഴ്സാണുള്ളത്. ബയോയിൽ എന്താണുള്ളത്? ബയോട്ടിക് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ് ബയോയിലുള്ളത്. അപ്പം ലിവിങ് ഓർഗാനിസം ആൻഡ് എൻവയോൺമെൻറ്റും അതായത് ജിയോ ദാറ്റ് ഈസ് റോക്സ്, സോയിൽ, എയർ ആൻഡ് വാട്ടർ തമ്മിൽ ഉള്ള ആ ഒരു ട്രാൻസ്ഫർ ഒരു സൈക്ലിക് മൂവ്മെൻറ്റ്സിനെയാണ് കെമിക്കൽ എലമെൻറ്റ്സിൻ്റെ സൈക്ലിക് മൂവ്മെൻറ്റ്സിനെയാണ് ബയോ ജിയോ കെമിക്കൽ സൈക്കിൾസ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ 2 ടൈപ്പാണ് ബയോ ജിയോ കെമിക്കൽ സൈക്കിൾസ്. ഒന്ന് ഗേഷ്യസ് ഉണ്ട് ആൻഡ് സെഡിമെൻ്ററി സൈക്കിളുണ്ട്. ഗേഷ്യസ് സൈക്കിളിൻ്റെ മെയിൻ റിസർവോയറായിട്ട് നിൽക്കുന്നത് അറ്റ്മോസ്ഫിയറും ന്യൂട്രിയൻസുമാണ്. അതായത് ഗേഷ്യസ് സൈക്കിൾ നിലനിന്ന് പോകാൻ ആവശ്യമുള്ള ന്യൂട്രിയൻസ് കൂടുതലും അടങ്ങിയിരിക്കുന്നത് അറ്റ്മോസ്ഫിയറിലും അതുപോലെ തന്നെ നമ്മുടെ ഓഷ്യനിലുമാണ്. ഇനി സെഡിമെൻ്ററി സൈക്കിളുണ്ട്. സെഡിമെൻറ്റ്സ് അതിന് വേണ്ടുന്ന മെയിൻ റിസർവോയറായിട്ട് ആക്ട് ചെയ്യുന്നത് സോയിൽ ആൻഡ് സെഡിമെൻ്ററി ആൻഡ് അതർ റോക്സ് ഓഫ് ദ എർത്തിൻ്റെ ക്രിസ്റ്റൽ അവൈലബിൾ ആയുള്ള സെഡിമെൻ്ററി മറ്റ് റോക്കുകൾ അതുപോലെ തന്നെ സെഡിമെൻ്ററി റോക്സും മറ്റ് റോക്സും പിന്നെ സോയിലുമൊക്കെയാണ് സെഡിമെൻ്ററി സൈക്കിളിന് ആവശ്യമായിട്ടുള്ള മെയിൻ റിസർവോയറായിട്ട് ആക്ട് ചെയ്യുന്നത്. ആദ്യം നോക്കുന്നത് വാട്ടർ സൈക്കിൾ ആൻഡ് ഹൈഡ്രോളജിക്കൽ സൈക്കിളാണ്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പക്ഷേ ചാപ്റ്റർ 13 പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തതാണ്. ഓൾ ലിവിങ് ഓർഗാനിസംസ് ദ അറ്റ്മോസ്ഫിയർ ആൻഡ് ദ ലിത്തോസ്ഫിയർ മെയിൻറ്റെയിൻ ബിറ്റ്വീൻ ദം എ സർക്കുലേഷൻ ഓഫ് വാട്ടർ ഇൻ സോളിഡ്, ലിക്വിഡ് ഓർ ഗ്യാഷ്യസ് ഫോം റെഫർ ടു ആസ് ദ വാട്ടർ ഓർ ഹൈഡ്രോളജിക് സൈക്കിൾ. അപ്പോൾ അതിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് നിങ്ങൾ ചാപ്റ്റർ 13 വീഡിയോ നോക്കിയാൽ മതി. നെക്സ്റ്റ് കാർബൺ സൈക്കിളാണ്. ആ സൈക്കിൾ നോക്കുകയാണെങ്കിൽ അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡിനെ ആദ്യം എന്താണ് അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡിനെ പ്ലാന്റ്സ് ഫിക്സ് ചെയ്യും. പ്ലാന്റ്സ് അതിന് വേണ്ടി അതിൻ്റെ ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡിനെ എടുക്കും. അതിനെ അസിമുലേഷൻ എന്നാണ് പറയുക. ഇനി ആനിമൽസും പ്ലാന്റ്സും ഇത് രണ്ടും റെസ്പയർ ചെയ്യുമ്പം
കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ആവുന്നുണ്ട് പുറത്തേക്ക്. റെസ്പയർ ചെയ്യുമ്പോഴത്തേക്കും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് റിലീസ് ആവുന്നുണ്ട്. അത് എവിടേക്കാണ് പോകുന്നത്? അറ്റ്മോസ്ഫിയറിലേക്ക് പോകും. എല്ലാ ലിവിങ് ഓർഗാനിസത്തിൻ്റെയും ഒരു ബേസിക് എലമെൻറ്റാണ് കാർബൺ എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിലുള്ള ബേസിക് എലമെൻറ്റാണ് കാർബൺ എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമായ ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ എല്ലാം കമ്പോണൻസിൻ്റെ എല്ലാം ബേസിക് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് കാർബണാണ്. അപ്പം ഇത്തരത്തിൽ ആനിമൽസിൻ്റെയൊക്കെ ഡെഡ് റിമെയിൻസിനകത്ത് അവ ഡീകമ്പോസ് ചെയ്യുമ്പോഴാണെങ്കിലും ഇനി പ്ലാന്റ്സിൻ്റെ റൂട്ട് റെസ്പിറേഷൻ വഴിയാണെങ്കിലുമൊക്കെ പിന്നെയും കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ്ഡ് ആവും. കാർബൺ ഡൈ ഓക്സൈഡ് പിന്നെയും റിലീസ്ഡ് ആവും. എന്നിട്ട് എങ്ങോട്ടായിരിക്കും ഈ കാർബൺ ഡൈ ഓക്സൈഡ് പോകുന്നത്? അറ്റ്മോസ്ഫിയർ കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ തിരിച്ച് റീപ്ലേസ് ചെയ്യും. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ഭയങ്കര ബ്രോഡായിട്ടാണ് പറഞ്ഞിരുന്നത്. അപ്പം അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയർ എങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നത്? ആനിമൽസ് റെസ്പയർ ചെയ്യുമ്പോൾ, അതുപോലെ പ്ലാന്റ്സ് റെസ്പയർ ചെയ്യുമ്പോഴും ഒക്കെ അറ്റ്മോസ്ഫിയറിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പോകാറുണ്ട്. അത് കൂടാണ്ട് പൊല്യൂഷൻ വഴിയൊക്കെ അറ്റ്മോസ്ഫിയറിലേക്ക് ഒരുപാട് പോകാറുണ്ട്. ഫാക്ടറീസിൽ നിന്നുള്ള പൊല്യൂഷൻ, മറ്റ് വാഹനങ്ങളൊക്കെ ഓടുമ്പോഴുള്ള പൊല്യൂഷൻ, പ്ലാന്റ്സിൻ്റെ റെസ്പിറേഷൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയെല്ലാം അറ്റ്മോസ്ഫിയറിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡിന് എത്താറുണ്ട്. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ പ്ലാന്റ്സ് എന്ത് ചെയ്യും? അവയുടെ ഫോട്ടോസിന്തസിന് വേണ്ടി യൂസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഫോട്ടോസിന്തസിന് വേണ്ടി എടുത്തു കഴിഞ്ഞാൽ ഈ പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും ഡെഡ് ഓർഗാനിസം അല്ലെങ്കിൽ ഇവ മരിച്ചു കഴിയുമ്പോഴുള്ള വേസ്റ്റ് എന്ന് പറയുന്നത്, ഇല്ലാതായി കഴിയുമ്പോഴുള്ള വേസ്റ്റ് എന്ന് ഇങ്ങനെ മണ്ണിൽ അടിഞ്ഞുകൂടി കുറേ വർഷങ്ങൾക്ക് ശേഷം എന്തായിട്ട് മാറും? അവിടുന്ന് ഫോസിൽ ഫ്യൂവൽസ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അതുപോലെ റൂട്ട് റെസ്പിറേഷൻ വഴിയും അറ്റ്മോസ്ഫിയർ കാർബൺ ഡൈ ഓക്സൈഡ് സോയിലിലേക്ക് കയറാറുണ്ട്. ഈ റൂട്ട് റെസ്പിറേഷൻ എന്ന് പറഞ്ഞ ഒരു തരത്തിലുള്ള ഡിഫ്യൂഷനാണ്. അത് റൂട്ട് ഹെയേഴ്സിൽ കൂടെ നടക്കുന്ന ഒരു ഡിഫ്യൂഷനായിട്ട് നമുക്ക് ഈ സോയിൽ പാർട്ടിക്കിൾസിനിടയ്ക്കുള്ള എയറിൽ നിന്നും ഈ റൂട്ട് ഹെയേഴ്സ് പതുക്കെ വലിച്ചെടുക്കും. അതായത് ഓക്സിജനെ വലിച്ചെടുക്കും, എയറിനെ വലിച്ചെടുക്കും. എന്നിട്ട് റെസ്പിറേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. പുറത്തേക്ക് അത് വിടുന്നതെന്ന് പറയുന്നത് സോയിലിനിടയ്ക്കേക്ക് പിന്നെ വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. അത്തരത്തിൽ റൂട്ട് റെസ്പിറേഷൻ വഴിയും സോയിലിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ചെല്ലുന്നുണ്ട്. അപ്പോൾ എന്താ ഇവിടെ ഫോസിൽ ഫ്യൂവലായി വേസ്റ്റ് പ്രോഡക്ട്സ് എല്ലാം കൂടെ ഇതെന്തിനാണ്? പിന്നെ ഈ ഫോസിൽ ഫ്യൂവലിൽ മെയിനായിട്ട് അടങ്ങിയിരിക്കുന്ന കാർബണും ഹൈഡ്രജനുമാണ്. ഇവയെ കമ്പഷൻ നടത്തുമ്പോൾ, ഇവയെ കത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും പുറത്തേക്ക് വിടുന്നുണ്ട്. ഈ ഫോസിൽ ഫ്യൂവലിൻ്റെ കമ്പഷനിൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ മാത്രമല്ല, അത് കൂടാതെ ഈ സൾഫർ ഓക്സൈഡ്, പിന്നെ നൈട്രജൻ ഓക്സൈഡുകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വിടുന്നുണ്ട്. പക്ഷേ നമ്മളിവിടെ നോക്കുന്നത് മെയിനായിട്ടും കാർബൺ സൈക്കിൾ ആയതുകൊണ്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് റിലേറ്റഡ് മാത്രം പറയുന്നത്. അപ്പോൾ എനിവേസ് ഈ ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്റേഴ്സും ഫോസിൽ ഫ്യൂൽസും ഒക്കെ കമ്പഷൻ നടത്തി കഴിയുമ്പോഴത്തേക്കും പിന്നെയും എന്ത് സംഭവിക്കും? ഫാക്ടറി എമിഷൻസ് വഴി, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ വഴി പെട്രോൾസും നാച്ചുറൽ ഗ്യാസും ഒക്കെ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പിന്നെയും അറ്റ്മോസ്ഫിയറിലേക്ക് എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് എത്തിച്ചേരും. ഇതാണ് ശരിക്കും ഒരു കാർബൺ സൈക്കിൾ എന്ന് പറയുന്നത്. The carbon cycle is mainly the conversion of carbon dioxide. This conversion is initiated by the fixation of carbon dioxide from the atmosphere through photosynthesis. ആ പ്രോസസ്സാണ് അസിമുലേഷൻ എന്ന് പറയുന്നത്. ഫോട്ടോസിന്തസിന് വേണ്ടിയാണ് ഇത്തരത്തിൽ അസിമുലേറ്റ് ചെയ്തെടുക്കുന്നത് പ്ലാന്റ്സ്. Such a conversion results in the production of carbohydrate, glucose that may be converted to other organic compounds such as sucrose, starch, cellulose, etc. ഇനി ചില കാർബോഹൈഡ്രേറ്റിനെ ഇത്തരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില കാർബോഹൈഡ്രേറ്റ്സിനെ പ്ലാന്റ്സ് ഡയറക്റ്റ്ലി യൂസ് ചെയ്യും. ഈ പ്രോസസ്സ് നടക്കും. ഇത് കൂടാതെ റെസ്പിറേഷൻ വഴിയും ഇത് പുറത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വിടുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. The remaining carbohydrates not being utilized by the plant become part of the plant tissue. ഈ പ്ലാന്റ് ടിഷ്യൂസിനെ ഒന്നില്ലേ ഹെർബിവോഴ്സ് കഴിക്കും, അല്ലെങ്കിൽ അത് ഡീകമ്പോസ്ഡ് ആകും. മൈക്രോ ഓർഗാനിസം ഉപയോഗിച്ചിട്ട് ഹെർബിവോഴ്സ് കഴിക്കുമ്പോഴത്തേക്കും കുറച്ച് അത് ഉള്ളിലേക്ക് എടുത്തിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സിൻ്റെ കുറച്ച്, അതായത് പ്ലാന്റ്സിൽ നിന്ന് കിട്ടിയ കാർബോഹൈഡ്രേറ്റിൻ്റെ കുറച്ച് എമൗണ്ട് എന്ന് പറയുന്നത് ഇത്തരത്തിൽ കാർബോഹൈഡ്രേറ്റ്സ് ഈ പ്ലാന്റ് ടിഷ്യൂലുള്ള കാർബോഹൈഡ്രേറ്റ്സ് ഹെർബിവോഴ്സും കൺസ്യൂം ചെയ്യുന്നുണ്ട്. പിന്നെ ആനിമൽ നശിച്ച് കഴിയുമ്പോഴത്തേക്കും അവയുടെ ശരീരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് മൈക്രോ ഓർഗാനിസംസ് ഡീകമ്പോസ് ചെയ്യും, പിന്നീട് അതിനെ അറ്റ്മോസ്ഫിയറിലേക്ക് റിട്ടേൺ ചെയ്യും. ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ തോന്നും. അതുകൊണ്ട് ഇത് എപ്പോഴും ഒരു ഫിഗറായിട്ട് തന്നെ ഓർത്ത് വെച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് കൈ നിന്നിട്ട് ഇത് എഴുതാൻ പറ്റും. ഈ സൈക്കിൾ എങ്ങനെയാണ് നടക്കുക എന്നുള്ളൊരു വ്യക്തമായ ധാരണ ഉണ്ടായാൽ മതി. നെക്സ്റ്റ് നോക്കുന്നത് ഓക്സിജൻ സൈക്കിളാണ്. ബൈ പ്രോഡക്റ്റ് ആണ് ഇത്. എന്തിൻ്റെ? ഫോട്ടോസിന്തസിൻ്റെ ബൈ പ്രോഡക്റ്റ് ആണ് ഓക്സിജൻ എന്ന് പറയുന്നത്. ഓക്സിജൻ സൈക്കിൾ മെയിനായിട്ട് നടക്കുന്നത് റെസ്പിറേഷൻ പ്രോസസ്സിൽ കൂടിയാണ്. ഇതിൻ്റെ പ്രോസസ്സ് സൈക്ലിംഗ് എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലക്സ് പ്രോസസ്സാണ്. കാരണം ഓക്സിജൻ ഫ്രീ ആയിട്ടല്ല, അത് കുറേ കെമിക്കൽ ഫോമിലാണ്, കോമ്പിനേഷനിലാണ് കാണപ്പെടുന്നത്. നൈട്രജനായിട്ട് ചെന്ന് നൈട്രേറ്റ് ഉണ്ടാക്കും, പിന്നെ കുറേ ഓക്സൈഡ്സ്, അയൺ ഓക്സൈഡ്, അലൂമിനിയം ഓക്സൈഡ്, ഇത്തരത്തിൽ ഓക്സൈഡുകളായിട്ട് കാണപ്പെടും. മച്ച് ഓഫ് ദ ഓക്സിജൻ ഇസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ ഡീകമ്പോസിഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾസ്. അതായത് വാട്ടറിൻ്റെ എന്താണ് ഫോർമുല? H2O ആണ് വാട്ടർ. അപ്പോൾ ഇതിൻ്റെ ഡീകമ്പോസിഷൻ നടക്കുമ്പോഴാണ് എങ്ങനെ ഡീകമ്പോസിഷൻ? സൺലൈറ്റിൻ്റെ ഹെൽപ്പോടുകൂടി വാട്ടർ മോളിക്യൂളിൻ്റെ ഡീകമ്പോസിഷൻ നടക്കുമ്പോൾ, അപ്പോൾ സൺലൈറ്റിൻ്റെ ഹെൽപ്പോടുകൂടി വാട്ടർ മോളിക്യൂളിൻ്റെ ഡീകമ്പോസിഷൻ നടക്കുമ്പം ഫോട്ടോസിന്തസിസ് വഴിയാണ്. എന്നിട്ട് എന്താണ്? ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് സ്പ്ലിറ്റ് ആകും, രണ്ടായിട്ട് മാറും. എന്നിട്ട് ഇറ്റ് ഈസ് റിലീസ്ഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ത്രൂ ട്രാൻസ്പിറേഷൻ
ആൻഡ് റെസ്പിറേഷൻ പ്രോസസ് ഓഫ് പ്ലാന്റ്സ്. ഓക്സിജൻ സൈക്കിൾ സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ അറ്റ്മോസ്ഫിയറിക് ഓക്സിജനെ റെസ്പിറേഷന് വേണ്ടിയിട്ട് പ്ലാന്റ്സും ആനിമൽസും എല്ലാം യൂസ് ചെയ്യും. എന്നിട്ട് ഇതിനെന്താണ് റെസ്പിറേഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ പുറത്തേക്ക് വരുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്. ആ കാർബൺ ഡയോക്സൈഡ് പ്ലാന്റ്സ് തന്നെ യൂസ് ചെയ്യും. എന്തിനാ ഫോട്ടോസിന്തസിസ് പ്രോസസ്സിന് വേണ്ടി പ്ലാന്റ്സ് യൂസ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് ഓക്സിജൻ റിലീസ് ചെയ്യും. ഈ ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഈ ശരിക്കും ലീവ്സിൽ ചെറിയ ചെറിയ ഓപ്പണിങ്സ്, അതിൻ്റെ പേര് സ്റ്റൊമാറ്റ എന്നാണ്. അപ്പോൾ ലീവ്സിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഓപ്പണിങ്സ് അതിൻ്റെ പേര് സ്റ്റൊമാറ്റ എന്നാണ്. അപ്പോൾ അതുവഴി വാട്ടർ മോളിക്യൂൾസിനെ പുറത്തേക്ക് വിടുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ സ്വെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പോഴ്സ് വഴി വെള്ളം വന്നിക്കത്തില്ല. അതുപോലെ ലീഫിൽ കാണുന്ന ചെറിയ ചെറിയ പോഴ്സാണ് സ്റ്റൊമാറ്റോ. അപ്പോൾ അതുവഴി വാട്ടർ മോളിക്യൂൾസിന് പുറത്തേക്ക് വരുന്ന പ്രോസസ്സാണ് ട്രാൻസ്പിറേഷൻ. നെക്സ്റ്റ് നൈട്രജൻ സൈക്കിളാണ്. അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു മേജർ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. ഓൾമോസ്റ്റ് 78% അറ്റ്മോസ്ഫിയറിൽ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. It is also an essential constituent of different organic compounds such as amino acids, nucleic acids, proteins, vitamins and pigments. ഇപ്പോൾ നൈട്രജൻ എന്ന് പറയുന്ന ഒരു എസെൻഷ്യൽ കോൺസ്റ്റൻറ്റും കൂടെയാണ് എന്തിൻ്റെയൊക്കെ പല ഓർഗാനിക് കോമ്പൗണ്ടിന്, അമിനോ ആസിഡിൻ്റെ, ന്യൂക്ലിക് ആസിഡ്, പ്രോട്ടീൻ, വിറ്റാമിൻസ്, പിഗ്മെൻറ്റ്സ് ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് കോൺസ്റ്റൻറ്റും കൂടെയാണ് നമ്മളുടെ നൈട്രജൻ എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ അതേ ഫോമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിനെ കൺവേർട്ട് ചെയ്ത് പല രീതികളിലാക്കി നമുക്ക് യൂസബിൾ ആയിട്ടുള്ള ഫോമിലേക്ക് മാറ്റണം അതിനെ. ഓൺലി ഫ്യൂ ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് ലൈക്ക് സർട്ടൺ സ്പീഷീസ് ഓഫ് സോയിൽ ബാക്ടീരിയ ആൻഡ് ബ്ലൂ ഗ്രീൻ ആൽഗെ ആർ കേപ്പബിൾ ഓഫ് യൂട്ടിലൈസിങ് ഇറ്റ് ഡയറക്ട്ലി ഇൻ ഇറ്റ്സ് ഗേഷ്യസ് ഫോം. അപ്പോൾ അതിൻ്റെ ഗേഷ്യസ് ഫോമിൽ ഡയറക്റ്റ്ലി നമുക്കൊന്നും പറ്റുമല്ലോ യൂസ് ചെയ്യാൻ. അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില സോയിൽ ബാക്ടീരിയാസിനും അതുപോലെ ബ്ലൂ ഗ്രീൻ ആൽഗേസിനും മാത്രമേ പറ്റുള്ളൂ. ഇത്തരത്തിൽ പായൽ പോലെ കാണപ്പെടുന്നതാണ് ബ്ലൂ ഗ്രീൻ ആൽഗേസ് എന്ന് പറയുന്നത്. ഇവയ്ക്ക് ഗേഷ്യസ് ഫോമിൽ നിന്ന് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ സാധാരണഗതിയിൽ നൈട്രജനെ യൂസബിൾ ഫോമിലേക്ക് മാറ്റിക്കഴിഞ്ഞ് മാത്രമേ നൈട്രജൻ ഫിക്സേഷൻ എന്നാണ് പറയുന്നത്. നൈട്രജനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് യൂസബിൾ ഫോമിലേക്ക് മാറ്റും. എന്നിട്ട് മാത്രമേ നോർമൽ ഇതിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 90% ഓഫ് ദ ഫിക്സഡ് നൈട്രജൻ ഈസ് ബയോളജിക്കൽ. The principal source of free nitrogen is the action of soil microorganisms and associated plant roots on atmospheric nitrogen found in pore spaces of the soil. പിന്നെ ഇടി മിന്നലൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും കുറച്ച് എമൗണ്ട് ഓഫ് നൈട്രജനെ ഫിക്സ് ചെയ്യുന്നുണ്ട്. അറ്റ്മോസ്ഫിയർ നൈട്രജനെ ഒരു തരത്തിൽ ഫിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓഷ്യൻസിൻ്റെ കേസിലാണെങ്കിൽ ഓഷ്യൻസിൽ ചില മറൈൻ ആനിമൽസിന് അത് ഫിക്സ് ചെയ്യാനുള്ള കഴിവുണ്ട്. വൺസ് അതൊരു അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഒരു അവൈലബിൾ ഫോമിലോട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പിന്നീട് ഗ്രീൻ പ്ലാന്റ്സിന് അസിമുലേറ്റ് ചെയ്യാൻ പറ്റും. ഹെർബിവോറസ് ആനിമൽസ് ഫീഡിങ് ഓൺ പ്ലാന്റ്സ് ഇൻ ടേൺ കൺസ്യൂം സം ഓഫ് ഇറ്റ്. പിന്നെ ഡെഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എക്സ്ക്രീഷൻ ഓഫ് നൈട്രജനസ് വേസ്റ്റ് എക്സ്ട്രാ ആർ കൺവേർട്ടഡ് ഇൻ നൈട്രൈറ്റ്സ് ബൈ ദ ആക്ഷൻ ഓഫ് ബാക്ടീരിയ പ്രസൻറ്റ് ഇൻ സോയിലിൽ പ്രസൻ്റ് ആയിരിക്കുന്ന ബാക്ടീരിയ കാരണം ഈ വേസ്റ്റ് എന്നുള്ള നൈട്രജനെയൊക്കെ ഫിക്സ് ചെയ്യുന്നുണ്ട്. കൺവേർട്ട് ചെയ്യും, നൈട്രൈറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ചില ബാക്ടീരിയാസ് ഈ നൈട്രൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തതിനെ നൈട്രൈറ്റിനെ നൈട്രേറ്റുകളായിട്ടും കൺവേർട്ട് ചെയ്യാറുണ്ട്. And these nitrates can be used again by green plants. There are still other types of bacteria capable of converting nitrates into free nitrogen. അപ്പോൾ എന്നിട്ട് നൈട്രൈറ്റ് ആക്കാറുണ്ട് ചില ബാക്ടീരിയാസ്. അതുകൂടാതെ നൈട്രൈറ്റിനെ പിന്നെ ഫ്രീ നൈട്രജനായിട്ട് കൺവേർട്ട് ചെയ്യാറുണ്ട്. ഇതിനെ പറയുന്ന പേരാണ് ഡീനൈട്രിഫിക്കേഷൻ എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയറിക് ഫിക്സേഷൻ അത് അണ്ടർ ലൈറ്റനിങ് വഴി ഫിക്സ് ചെയ്യാം. നൈട്രേറ്റ് കോമ്പൗണ്ടുകളായിട്ട് മാറ്റും. അതുപോലെ ബയോളജിക്കൽ ഫിക്സേഷൻ നടത്താറുണ്ട്, ഇൻഡസ്ട്രിയൽ ഫിക്സേഷൻ നടത്താറുണ്ട്. എന്നിട്ട് പിന്നെ ഇവയുടെ ഡീനൈട്രിഫിക്കേഷൻ പ്രോസസ്സ് വഴി അറ്റ്മോസ്ഫിയർ നൈട്രജനായിട്ട് പിന്നെയും മാറും. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു നൈട്രജൻ സൈക്കിളിൽ നൈട്രജൻ ഫിക്സേഷൻ വരും, നൈട്രിഫിക്കേഷൻ, നൈട്രജൻ അസിമുലേഷൻ, നൈട്രജൻ അമോണിഫിക്കേഷൻ അത് വെറും അമോണിഫിക്കേഷൻ, പിന്നെ ഡീനൈട്രിഫിക്കേഷൻ. ഇത്രയും പ്രോസസ്സ് നടക്കാറുണ്ട് നൈട്രജൻ സൈക്കിളിൽ. നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇനോർഗാനിക് നൈട്രജൻ കോമ്പൗണ്ടുകളായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത് ചെയ്യാനായിട്ട് ബാക്ടീരിയാസ്, ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ബാക്ടീരിയാസ്, ബ്ലൂ ഗ്രീൻ ആൽഗാസൊക്കെ കാണും. ബാക്ടീരിയാസ്, ബ്ലൂ ഗ്രീൻ ആൽഗാസൊക്കെ ഇവിടെയാണ് വരുന്നത്. ഇത് കൂടാതെ ലൈറ്റനിങ്ങും തണ്ടറും ഒക്കെ നടക്കുമ്പോഴും അതുപോലെ അൾട്രാ വയലറ്റ് റേഡിയേഷൻ, ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് ഇതിൻ്റെയൊക്കെ ഹെൽപ്പോടുകൂടിയും ഇതിനെ ഫിക്സ് ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് നൈട്രജൻ ഗ്യാസിനെ ഇനോർഗാനിക് നൈട്രജൻ കോമ്പൗണ്ടായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് നൈട്രജൻ ഫിക്സേഷനകത്ത്. നെക്സ്റ്റ് നൈട്രിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. ഇതിൽ സോയിൽ അമോണിയനെ എന്ന് വെച്ചാൽ NH3 സോയിൽ അമോണിയനെ നൈട്രേറ്റുകളായോ മരുന്ന പരിപാടിയാണ്. ഇത്തരത്തിൽ ഫോം ചെയ്ത നൈട്രേറ്റ്സ് ആൻഡ് അമോണിയാസിനെയൊക്കെ പ്ലാന്റ്സിൻ്റെ സ്പെസിഫിക് അല്ലെങ്കിൽ ഹയർ പ്ലാന്റ്സിൻ്റെ അല്ലെങ്കിൽ ആൽഗേസിൻ്റെയൊക്കെ സ്പെസിഫിക് ടിഷ്യൂസിലേക്കൊക്കെ അസിമുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് നൈട്രജൻ അസിമുലേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ആനിമൽസ് ഇതിനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ
അതായത് ഈ പ്ലാന്റ്സിൻ്റെ ഓർഗാനിസത്തിനൊക്കെ ആനിമൽസ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നൈട്രജൻ ഇതിലടങ്ങിയിരിക്കുന്ന നൈട്രജൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് അവയുടെ ബോഡി കോമ്പൗണ്ട്സ് ആയിട്ട് മാറും. ഇനി വൺസ് ഈ ഓർഗാനിസംസും പ്ലാന്റ്സും ഒക്കെ ഇല്ലാതായി കഴിയുമ്പോൾ ഓർഗാനിസംസ് ചത്തൊക്കെ കഴിയുമ്പോഴത്തേക്കും എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഡെഡ് പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയൊക്കെ ഈ അടങ്ങിയിരിക്കുന്ന ഓർഗാനിക് നൈട്രജൻ, ഇവയുടെ ബോഡി, പ്ലാന്റ് ബോഡി ആയാലും ആനിമൽ ബോഡി ആയാലും അതിൽ അടങ്ങിയിരിക്കുന്ന ഓർഗാനിക് നൈട്രജനെ അവ ഡെഡ് ആൻഡ് ഡീക്കേ ആയി കഴിയുമ്പോഴത്തേക്കും തിരിച്ച് അമോണിയ ആക്കി മാറ്റുന്ന പ്രോസസ്സ്, അതിനെയാണ് അമോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതുകൂടാതെ സോയിലിൽ അടങ്ങിയിരിക്കുന്ന മറ്റ് നൈട്രേറ്റുകളെയൊക്കെ തിരിച്ച് നൈട്രജനാക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഡീനൈട്രിഫിക്കേഷൻ. ഈ പ്രോസസ്സിൽ ബാക്ടീരിയാസിന് നല്ല റോളുണ്ടെന്ന് പറഞ്ഞു. ഇത്തരത്തിൽ ഡീനൈട്രിഫിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയ സ്യൂഡോമോണാസ്, തയോബാസിലസ് ഇവയൊക്കെ. നൈട്രിഫൈങ് ബാക്ടീരിയാസിന് കീമോ ഓട്ടോട്രോഫ്സ് എന്ന് പറയും. പിന്നെ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയാസാണ് സയനോ ബാക്ടീരിയ. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ നൈട്രജൻ ഫിക്സേഷൻ വഴി ഇനോർഗാനിക് നൈട്രജൻ കോമ്പൗണ്ട്സും അമോണിയൊക്കെ ആയിട്ട് മാറ്റുന്നുണ്ട്. അതിന് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്ങും അതുപോലത്തെ പ്രോസസ്സൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ ഉണ്ട്. പിന്നെ സയനോ ബാക്ടീരിയസ് പോലുള്ള നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയാസൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ അമോണിയ ആയിക്കഴിഞ്ഞാൽ പിന്നെ നൈട്രിഫിക്കേഷൻ നടക്കും. പിന്നെ നൈട്രിഫൈങ് ബാക്ടീരിയാസ് ഹെൽപ്പ് ചെയ്യും. അത് പ്ലാന്റ്സിന് കുറച്ചുകൂടി അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഫോമിൽ നൈട്രൈറ്റ്സ് ഒക്കെ ആയിട്ടാണ് മാറ്റുന്നത്. അപ്പം നൈട്രേറ്റ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ, എന്താണ് നൈട്രേറ്റ്, ഇതിനെ പിന്നെ പ്ലാന്റ്സ് അസിമുലേറ്റ് ചെയ്യും, അവരുടെ ടിഷ്യൂസിലേക്ക് അസിമുലേറ്റ് ചെയ്ത് വെക്കും. അതിനെ പിന്നെ ആനിമൽസിനുള്ളിലേക്ക് അത് എത്തും. പിന്നെ ഈ ലിവിങ് തിങ്സിൻ്റെയും അവയുടെ വേസ്റ്റ് പ്രൊഡക്ട്സിൻ്റെ കൂടെയൊക്കെ അമോണിയ അയോണും ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞ നൈട്രേറ്റ്സിനെയൊക്കെ ഡീനൈട്രിഫൈങ് ബാക്ടീരിയയുടെ ഹെൽപ്പോടുകൂടി പിന്നെ അറ്റ്മോസ്ഫിയർ നൈട്രജനായിട്ട് കൺവേർട്ട് ചെയ്യും. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊരു ഫിഗർ റെഡിയാക്കി വെക്കുക. ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുന്നതിലും നല്ലതായിരിക്കും ഫിഗറിൻ്റെ ഹെൽപ്പോടുകൂടി പോയിൻ്റാക്കി എഴുതുന്നത്. ഇനി ബാക്കി മിനറൽ സൈക്കിൾസ് നോക്കാം. നമ്മൾ കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. അതുകൂടാതെ പ്ലാന്റ് ആൻഡ് ആനിമൽ ലൈഫിൽ ആവശ്യമായ ക്രിട്ടിക്കൽ ന്യൂട്രിയൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന കുറച്ച് മിനറൽസും കൂടെ ഉണ്ട്. These mineral elements required by living organisms are obtained initially from inorganic sources such as phosphorus, sulfur, calcium and potassium. ഇവ ഒരു ഡിസോൾഡ് സോൾട്ട്സ് ആയിട്ടായിരിക്കും കാണപ്പെടുക. സോയിൽ വാട്ടറിലോ ലേക്സിലോ പിന്നെ സ്ട്രീംസിലോ സീയിലോ ഒക്കെ ഡിസോൾഡ് സോൾട്ട് എന്ന രീതിയിലായിരിക്കും ഇവ കാണപ്പെടുക. മിനറൽ സോൾട്ട്സ് കം directly from the earth's crust by where the soluble salts enter the water cycle, eventually reaching the sea. മിനറൽ സോൾട്ട്സ് ആണെന്നുണ്ടെങ്കിൽ അത് വെതറിങ് പ്രോസസ്സ് വഴിയൊക്കെയാണ് എർത്തിൻ്റെ ക്രസ്റ്റിൽ നിന്ന് അവൈലബിൾ ആവുന്നത്. പക്ഷേ സൊല്യൂബിൾ ആയിട്ടുള്ള സോൾട്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് വാട്ടർ സൈക്കിളിൻ്റെ ഭാഗമായിട്ട് മാറും. എന്നിട്ട് ഇവൻച്വലി അത് സീയിലേക്ക് എത്തിച്ചേരും. Other salts are returned to the earth's surface through sedimentation, and after weathering they again enter the cycle. All living organisms fulfill their mineral requirements from mineral solutions in their environment. പിന്നെ ഈറ്റിംഗ് ആൻഡ് ബീയിങ് ഈറ്റൺ, ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നതിനനുസരിച്ച് ആവശ്യമായ മിനറൽ ന്യൂട്രിയൻസ് മറ്റ് ഓർഗാനിസത്തിലേക്കും എത്തിച്ചേർന്നുകൊണ്ടിരിക്കും. Finally, after the death of living organisms, the minerals are returned to the soil and water through decomposition and flow. ഇനി ഒരു എക്കോസിസ്റ്റത്തിലെ അല്ലെങ്കിൽ ഒരു ഹാബിറ്റാറ്റിലെ അവിടെ നിൽക്കുന്ന ഓർഗാനിസത്തിൻ്റെ കമ്മ്യൂണിറ്റി ഉണ്ടാവും. ആ കമ്മ്യൂണിറ്റിക്കിടയ്ക്ക് തന്നെയുള്ള ജീവജാലങ്ങൾ നിലനിർത്തി കൊണ്ടുവന്നൊരു ഇക്വിലിബ്രിയം, അത്തരത്തിലൊരു സ്റ്റേറ്റിനെയാണ് ഇക്കോളജിക്കൽ ബാലൻസ് എന്ന് പറയുന്നത്. ഇക്കോളജിക്കൽ ബാലൻസ് ഇസ് എ സ്റ്റേറ്റ് ഓഫ് ഡൈനാമിക് ഇക്വിലിബ്രിയം വിത്തിൻ എ കമ്മ്യൂണിറ്റി ഓഫ് ഓർഗാനിസംസ് ഇൻ എ ഹാബിറ്റാറ്റ് ഓർ എക്കോസിസ്റ്റംസ്. ഇറ്റ് ക്യാൻ ഹാപ്പൻ വെൻ ദ ഡൈവേഴ്സിറ്റി ഓഫ് ദ ലിവിങ് ഓർഗാനിസം റിമെയിൻസ് റിലേറ്റീവ്ലി സ്റ്റേബിൾ. ആ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ അവിടെ നിലനിൽക്കുന്ന ലിവിങ് ഓർഗാനിസത്തിൻ്റെ അവയുടെ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു സ്റ്റേബിൾ ആയിരിക്കണം. അതായത് പുതിയതായിട്ട് അതിലേക്കൊന്നും ആഡ് ചെയ്യാനും പാടില്ല, അതിനകത്തുനിന്ന് ഉള്ളതിനേക്കാൾ കൂടുതൽ എമൗണ്ട് അതിനകത്ത് നഷ്ടപ്പെടാനും പാടില്ല. ഒരു സ്റ്റെബിലിറ്റിയിൽ പോയാൽ മാത്രമേ ഇത്തരത്തിലുള്ളൊരു ബാലൻസ് നിലനിൽക്കുകയുള്ളൂ. ഗ്രാജുവൽ ചേഞ്ചസ് ഡു ടേക്ക് പ്ലേസ്, ബട്ട് ദാറ്റ് ഹാപ്പൻസ് ഓൺലി ത്രൂ നാച്ചുറൽ സക്സഷൻ വഴി മാത്രം ആണ് ചേഞ്ചസ് വരുന്നതെങ്കിൽ കുഴപ്പമില്ല. സഡൻ ആയിട്ടുള്ള ചേഞ്ചസ് വരാൻ പാടില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇക്കോളജിക്കൽ ബാലൻസിന് നാശനഷ്ടം ഉണ്ടാവും, അത് നശിച്ചു പോകും. അപ്പോൾ ഗ്രാജുവൽ ചേഞ്ചസ് ആണെങ്കിൽ, നാച്ചുറൽ സക്സഷൻ വഴി ഉണ്ടാകുന്ന ഗ്രാജുവൽ ചേഞ്ചസ് ആണെങ്കിൽ അത് ഇക്കോളജിക്കൽ ബാലൻസിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ഇറ്റ് ക്യാൻ ഓൾസോ ബി എക്സ്പ്ലെയിൻഡ് ആസ് എ സ്റ്റേബിൾ ബാലൻസ് ഇൻ ദ നമ്പേഴ്സ് ഓഫ് ഈച്ച് സ്പീഷീസ് ഇൻ ആൻ എക്കോസിസ്റ്റം. This occurs through competition and cooperation between different organisms where population remains stable. അത്തരത്തിലുള്ള എക്കോസിസ്റ്റത്തിൽ കോമ്പറ്റീഷൻ ഉണ്ടാവും, കോപ്പറേഷൻ ഉണ്ടാവും. ഇപ്പോൾ ഒരു ഓർഗാനിസം മറ്റൊരു ഓർഗാനിസത്തിനെ ആയിരിക്കും ഫുഡായിട്ട് കഴിച്ചു പോകുന്നത്. ഇനി ഏതാണോ ആ പ്രേ ഐറ്റം അതിനെ കിട്ടാൻ വേണ്ടിയുള്ള കോമ്പറ്റീഷനും പ്രിഡേറ്റേഴ്സിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. This balance is also attained by the fact that some species depend on others for their food and sustenance. Such accounts were encountered in vast grasslands where the herbivorous animals, that is deers, zebras, buffaloes, etc. are found in plenty. On the other hand, the carnivorous animals that are not usually in large numbers hunt and feed on the herbivores, thereby controlling their population. ഇപ്പോൾ ഹെർബിവോഴ്സ് ആനിമൽസ് ആണ് കൂടുതൽ ഉണ്ടാവുക.
ഇത് പിരമിഡ് ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതിനകത്തെന്ന് പറയുമ്പോഴത്തേക്കും ഏതാണ് മുകളിലോട്ട് പോകുന്തോറും നമ്പേഴ്സ് കുറഞ്ഞായിരിക്കും വരുന്നത്. എപ്പോഴും ഈ പിരമിഡ് ഓഫ് നമ്പേഴ്സ് ഇങ്ങനെ ആയിരിക്കണം എന്നില്ല. ഞാൻ പറയുന്നത് ഇവിടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന എക്സാമ്പിളിൻ്റെ കേസ്, അതായത് ഗ്രാസ് ലാൻഡിൻ്റെ കേസിൽ മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതൊരു അപ്രൈറ്റ് പിരമിഡാണ്. ഇൻവേർട്ടഡ് പിരമിഡൊക്കെ നമ്പേഴ്സിൻ്റെ കേസിൽ പിരമിഡ് ഓഫ് നമ്പേഴ്സിൽ ഇൻവേർട്ടഡ് പിരമിഡൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു ട്രീ എക്കോസിസ്റ്റം എടുക്കുകയാണെങ്കിൽ ഒരു ട്രീനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് അവിടെ കുറേ പാരസൈറ്റുകളായിരിക്കും ആ ട്രീനെ ലീഫിനൊക്കെ ഭക്ഷിച്ച് ജീവിക്കുന്നത്. അതിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന കിളികളുടെ എണ്ണം പാരസൈറ്റിനേക്കാൾ കുറവായിരിക്കും. ഒരു ട്രീനെ തന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരുപാട് ഹെർബിവോഴ്സ് കാണപ്പെടും. ഒറ്റ ട്രീനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് ഹെർബിവോഴ്സ്, ഒരു ട്രീനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് കിളികൾ ആ സെയിം ട്രീയിൽ താമസിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ആ കിളികളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കുറേ പാരസൈറ്റ്സുകൾ ഇവിടെ കാണപ്പെടും. ഈ പാരസൈറ്റിനെയും നോക്കി ജീവിക്കുന്ന കുറേ ഹൈപ്പർ പാരസൈറ്റുകൾ കാണപ്പെടും. ഇത്തരത്തിൽ ഇൻവേർട്ടഡ് പിരമിഡ് ഓഫ് നമ്പേഴ്സിൻ്റെ കേസിൽ കാണാറുണ്ട്. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിളിനകത്തൊരു ഗ്രാസ് ലാൻഡിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ അതിലെന്ന് പറയുന്നത് പിരമിഡ് ഓഫ് നമ്പർ എന്ന് പറയുന്നത് ഇതുപോലത്തെ അപ്രൈറ്റ് പിരമിഡാണ്. അപ്പോൾ ഇവിടെ പ്ലാന്റ്സ്, അവിടെ നമ്പർ ഓഫ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും, അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ഭയങ്കര കൂടുതലായിരിക്കും. അതിനെ തിന്ന് ജീവിക്കുന്ന ഈ സീബ്രാസ് അതുപോലെയുള്ള ഹെർബിവോഴ്സ് എന്ന് പറയുന്ന ഇതിലും കുറവായിരിക്കും. പക്ഷേ ഈ 2-3 ഇതിനെ തിന്നാൻ പറ്റിയ കപ്പാസിറ്റി ഉള്ളതായിരിക്കും 1-2 ലയണിനൊക്കെ. സപ്പോസ് ഇതിപ്പം ഒരു ഓർഡറിലാണ് പോകും. ഇപ്പോൾ ഇവിടെ ഹെർബിവോഴ്സിൻ്റെ എണ്ണം ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഇപ്പോൾ സീബ്രാസ് ഇതിന് പകരം ഒരു 2 സീബ്രാസ് മാത്രം 2 ജിറാഫ് 2 സീബ്രാസൊക്കെ മാത്രമേ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. ലയണൊക്കെ ഒരുപാടുണ്ട്, ഒരു 10-15 ലയൺ അറ്റ് എ ടൈം ഉണ്ട്. കാർണിവോഴ്സ് ഒരുപാടുണ്ടെങ്കിൽ അത് ഇക്കോളജിക്കൽ ബാലൻസ് നഷ്ടപ്പെടും. എന്ന് വെച്ചാൽ ആദ്യം ഇപ്പോൾ 2-3 ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ ലയൺ കുറേ ഉണ്ടെന്ന് വെച്ചാൽ ഒരു 3-4 ലയൺ അറ്റ് എ ടൈം ഉണ്ടെന്ന് വെച്ചാൽ ഈ 3 എണ്ണത്തിനെയും, ഈ 3 സീബ്രാസ് അല്ലെങ്കിൽ ഈ ജിറാഫിനെയും ആദ്യം തന്നെ ഈ ലൈൻ പെട്ടെന്ന് തിന്ന് തീർക്കും. പക്ഷേ പിന്നെ അതിന് നിലനിന്ന് പോകണം. പിന്നെ അപ്പോൾ ജിറാഫ് എക്സ്റ്റിങ്റ്റ് ആയി. പിന്നെ ലയണിനും സർവൈവ് ചെയ്യാൻ പറ്റില്ല. പ്ലാന്റിൻ്റെ കൗണ്ട് കൂടി വരും. അപ്പോൾ എക്കോളജിക്കൽ ബാലൻസ് മൊത്തത്തിൽ താറുമാറാകും. ഞാൻ പറഞ്ഞതിൽ ഇൻവേർട്ടഡ് പിരമിഡ് ഓഫ് നമ്പേഴ്സ് ആണ് ഇൻവേർട്ടഡ് ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. പിരമിഡ് ഓഫ് നമ്പേഴ്സ് എപ്പോഴും അപ്രൈറ്റ് ആയിരിക്കത്തില്ല, ഇൻവേർട്ടഡ് ഉണ്ടെന്ന് പറഞ്ഞത്. അതിനൊരു എക്സാമ്പിളാണ് ഇപ്പോൾ ഞാൻ പ്രൊവൈഡ് ചെയ്തത്. ഒരു പ്രൊഡ്യൂസറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പ്രൈമറി കൺസ്യൂമേഴ്സ് കുറേ കാണും. അതിന് കൂടുതലായിരിക്കും ഈ കേസിൽ സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോഴത്തേക്കും പിരമിഡ് ഓഫ് നമ്പർ എടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഇൻവേർട്ടഡ് ഫിഗർ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ കാർണിവേഴ്സ് അപ്പാടെ എക്സ്റ്റിങ്റ്റ് ആവുന്നതും ശരിയല്ല. എന്ന് വെച്ചാൽ ഹെർബിവോഴ്സിൻ്റെ കൗണ്ട് ഭയങ്കരമായിട്ട് കൂടും. ഉള്ള പ്രൊഡ്യൂസേഴ്സിനെ, പ്ലാന്റ്സിനെ മൊത്തം അത് തിന്ന് തീർക്കുകയും ചെയ്യും. പിന്നെ ഈ ഹെർബിവോഴ്സിനിടയ്ക്ക് തന്നെ കോമ്പറ്റീഷൻ അപ്പോൾ ഭയങ്കരമായിട്ട് കൂടും. കാരണം ഇവയെ തിന്ന് തീർക്കാനായിട്ട് ആരും മുകളിലോട്ട് ടോപ്പ് കാർണിവേഴ്സ് ഒന്നും ഇല്ല. അപ്പോഴത്തേക്കും ഇവരുടെ ഇടയ്ക്ക് തന്നെ കോമ്പറ്റീഷൻ കൂടി, പിന്നെ കോമ്പറ്റീഷൻ കാരണം എക്സ്റ്റെൻഡ് ആയിപ്പോവും. സോ ഒരു ബാലൻസ് ഇത്തരത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ നിർത്തുന്നുണ്ട് നേച്ചർ. In the plants, any disturbance in the native forest, such as clearing the forest for shifting cultivation, usually brings about a ചേഞ്ച് ഇൻ ദ സ്പീഷീസ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പം നിലവിൽ എങ്ങനെയാണ് നിന്ന് പോയ ഫോറസ്റ്റ്, അതിനൊരു ചേഞ്ച് വരികയാണ്. പെട്ടെന്ന് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് കൃഷി ചെയ്യാൻ വേണ്ടി ഒരു ഏരിയ ഫുൾ അവിടുത്തെ മരങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ചിട്ട് അവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നു. പിന്നീട് ആ ഒരു ഏരിയ ഫുള്ള് അവരുടെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആ ലാൻഡ് എങ്ങനെയാണ് അങ്ങനെ തന്നെ ഇട്ടിട്ട് പോവാണ്. അതിന് പിന്നെ ഒന്നും ചെയ്യത്തില്ല. അവർ പുതിയ സ്ഥലം തേടി പോകും. അതാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. ഓരോ സ്ഥലത്തും ഷിഫ്റ്റ് ചെയ്ത് പോകും. This change is due to the competition where the secondary forest species such as grasses, bamboos or pines overtakes the native species, changing the original forest structure. This is called succession. ഇനി പറഞ്ഞ സക്സഷൻ 2 രീതിയിലുണ്ട്. പ്രൈമറി സക്സഷൻ ഉണ്ട്, സെക്കൻഡറി സക്സഷൻ ഉണ്ട്. നിങ്ങൾക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് വേണ്ട, എന്നാലും ജസ്റ്റ് പറയാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു ബെയർ റോക്ക്, ഒരു കൾട്ടിവേഷൻ ഒന്നും ഇല്ലാതിരുന്ന ഒരു ഏരിയയിൽ പതുക്കെ അത് ബെയർ റോക്ക് മാത്രമേ അവിടെ ഉണ്ടായിരുന്നു. അവിടെ പതുക്കെ മോസസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ലൈക്കൺസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു. പിന്നെ അവിടെ പതുക്കെ സോയിൽ ഡെവലപ്പായി തുടങ്ങി. കുറേ ടൈം എടുത്തിട്ടാണ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. എന്നിട്ട് പതുക്കെ ചെറിയ ഷ്രബ്സ് ഒക്കെ ഡെവലപ്പായി. പിന്നെ ഫൈനലി ട്രീസ് വളരുന്നു. ഇത്തരത്തിൽ ഒരു ലൈഫും എക്സിസ്റ്റ് ചെയ്യാത്തടത്തുനിന്ന് ഉണ്ടാവുന്നതാണ് പ്രൈമറി സക്സഷൻ. ഇനിയും സെക്കൻഡറി സക്സഷൻ എന്ന് വെച്ചാൽ ഓൾറെഡി വലിയ ലാൻഡായിരുന്നു, ലൈക്ക് ഫോറസ്റ്റ് ഒക്കെ ഉള്ളൊരു ഏരിയ എന്ന് വെച്ചു. പക്ഷേ അവിടെ എന്തെങ്കിലും ഒരു നാശനഷ്ടം ഉണ്ടായി, നാച്ചുറൽ കലാമിറ്റീസ് എന്തെങ്കിലും കാരണം എന്തെങ്കിലും ഒരു ഫോറസ്റ്റ് ഫയർ എന്തെങ്കിലും ഉണ്ടായിട്ട് അത് ഫുൾ നശിച്ചു പോയി. പക്ഷേ അവിടെ എന്തെങ്കിലും ഒരു അവശേഷിപ്പ് കാണും, മുൻപുണ്ടായിരുന്ന ഫോറസ്റ്റിൻ്റെ എന്തെങ്കിലും ഒരു അവശേഷിപ്പ് കാണും. എന്നിട്ട് അവിടുന്ന് വളർന്ന് പിന്നെ ഒരു പഴയ പോലെ ആവുന്നതിനാണ് സെക്കൻഡറി സക്സഷൻ എന്ന് പറയുന്നത്. പിന്നെ ഈ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷനൊക്കെ നടന്നു കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും പുറത്തുനിന്ന് ഒരുപാട് ആളുകൾ ആ ഒരു ഏരിയയിലേക്ക് വരികയാണെന്ന് വെച്ചു. അപ്പം കുറേ ഏലിയൻ സ്പീഷീസിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ അവിടെ നേറ്റീവായിട്ടുള്ള കുറച്ച് പ്ലാന്റ്സും ഒക്കെ കാണും. അതുകൂടാതെ പുറത്ത് ഉള്ള ഏരിയയിൽ നിന്ന് വരുന്ന എന്തോ അവയെന്ന് പറയുന്ന ആ സ്ഥലത്തിനെ സംബന്ധിച്ചിടത്തോളം ഏലിയൻ സ്പീഷീസ് ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള സ്പീഷീസ് വന്നിട്ട് ആ ഒറിജിനൽ ഫോറസ്റ്റ് സ്ട്രക്ചറിനെ മാറ്റിമറിക്കുന്നതാണ് സക്സഷൻ എന്ന് പറയുന്നത്. മുൻപ് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതേപോലെ ആയിരിക്കത്തില്ല സക്സഷൻ നടന്നു കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ളൊരു ഏലിയൻ സ്പീഷീസാണ് ഈ ഫിഗറിൽ കാണുന്നത്.
വാട്ടർ ഹയാസിന്ത് എന്നൊക്കെ ഇതിനെ കേട്ടിട്ടുണ്ടാവും. വാട്ടർ ഹയാസിന്ത് നമ്മുടെ നാട്ടിലൊക്കെ ഇതിനെ പോളപ്പൂവ് എന്നൊക്കെ പറയും. അപ്പോൾ ഇതിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ നേറ്റീവ് സ്പീഷീസിൻ്റെ അവിടെ ഏതാണോ നിലവിൽ നമ്മുടെ നാട്ടിൽ ഏതാണോ ഉണ്ടായിരുന്നത് അതിനെയൊക്കെ ഒരു ശക്തമായ കോമ്പറ്റീഷനായിട്ട് പിന്നെ നമ്മുടെ നേറ്റീവ് സ്പീഷീസ് പതുക്കെ ഇല്ലാണ്ടാവും. ആൻഡ് ആ ഒരു ഏരിയ ഫുള്ള് ഈ ഇത്തരത്തിലുള്ള ഏലിയൻ സ്പീഷീസ് കൈയടക്കും. ആൻഡ് ചേഞ്ചസ് ഒറിജിനൽ ഫോറസ്റ്റ് സ്ട്രക്ചർ. ഇക്കോളജിക്കൽ ബാലൻസ് മേ ബി ഡിസ്റ്റർബ്ഡ് ഡ്യൂ ടു ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ സ്പീഷീസ്, നാച്ചുറൽ ഹസാർഡ്സ് ഓർ ഹ്യൂമൻ കോസസ്. നാച്ചുറൽ ഹസാർഡ്സ് ആണെങ്കിലും ന്യൂ സ്പീഷീസ് ഇൻട്രൊഡ്യൂസ് ചെയ്താലും നമ്മൾ ഹ്യൂമൻസ് കാരണമായാലും ധാരാളം രീതിയിൽ എക്കോളജിക്കൽ ബാലൻസ് ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. ഹ്യൂമൻ ഇൻ്റർഫെറൻസ് ഹാസ് അഫക്റ്റഡ് ദ ബാലൻസ് ഓഫ് ദ പ്ലാന്റ് കമ്മ്യൂണിറ്റീസ് ലീഡിങ് ടു ഡിസ്റ്റർബൻസസ് ഇൻ ദ എക്കോസിസ്റ്റം. എക്കോസിസ്റ്റം ഡിസ്റ്റർബൻസിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഇൻ്റർഫെറൻസ് ആണ്. സച്ച് ഡിസ്റ്റർബൻസസ് ബ്രിങ് അബൌട്ട് ന്യൂമറസ് സെക്കൻഡറി സക്സഷൻസ്. Human pressure on the Earth's resource has put a heavy toll on the ecosystem. But general environmentine full adverse effectന് കാരണം എന്ന് പറയുന്നത് ഹ്യൂമൻസ് ഇങ്ങനെ ഇടപെടുന്നതാണ്. ശരിക്കും അതിൻ്റെ ഒറിജിനാലിറ്റി തന്നെ നഷ്ടപ്പെട്ടു. Ecological imbalances have brought many natural calamities like floods, landslides, diseases, erratic climate occurrences, etc. ഇപ്പം നിപ്പ വന്നതാണെങ്കിലും അതുപോലെ തന്നെ ഈവൻ കോവിഡ്, ഇതൊക്കെ ഒരു തരത്തിൽ ഹ്യൂമൻ ഇൻ്റർഫറൻസ് കാരണം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. നമ്മൾ ഈ ഓർഗാനിസത്തിൻ്റെയൊക്കെ ഹാബിറ്റായിട്ട് ഡിസ്ട്രോയ് ചെയ്തിട്ട് ഫൈനലി അവർക്ക് ജീവിക്കാൻ ഒരു പെർട്ടിക്കുലർ പ്ലേസ് ഇല്ലാതെ പോകുന്നു. ഫോറസ്റ്റൊക്കെ നമ്മൾ എന്തോരം നശിപ്പിച്ച് കളയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഡിസീസിനും നാച്ചുറൽ കലാമിറ്റീസിനൊക്കെ മെയിൻ കാരണം എന്ന് പറയുന്നത്. ഡിസാസ്റ്റേഴ്സിനൊക്കെ നമുക്ക് ഡീറ്റെയിൽ ഒരു ചാപ്റ്റർ വരുന്നുണ്ട്. അത് ഇന്ത്യൻ ജിയോഗ്രഫിയിലാണെന്ന് തോന്നുന്നു. ദർ ഇസ് എ വെരി ക്ലോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പ്ലാന്റ് ആൻഡ് ആനിമൽ കമ്മ്യൂണിറ്റീസ് വിത്തിൻ ദ പെർട്ടിക്കുലർ ഹാബിറ്റാറ്റ്. Diversity of life in a particular area can be employed as an indicator of the habitat factor. ഹാബിറ്റാറ്റ് ഫാക്ടറിൻ്റെ മെയിൻ ഇൻഡിക്കേറ്റർ നമുക്ക് എന്താ പറയാൻ പറ്റുക? ഡൈവേഴ്സിറ്റി. പ്രോപ്പർ നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് സച്ച് ഫാക്ടേഴ്സ് പ്രൊവൈഡ് സ്ട്രോങ് ബേസ് ഫോർ പ്രൊട്ടക്റ്റിംഗ് ആൻഡ് കൺസേർവിംഗ് ദ എക്കോസിസ്റ്റംസ്. ഇപ്പോൾ എക്കോസിസ്റ്റം നല്ല രീതിയിൽ കൺസേർവ് ചെയ്യുകയാണെങ്കിൽ എക്കോളജിക്കൽ ഇംബാലൻസസ് ഒക്കെ കുറയും. അതുപോലെ അതുവഴി നമുക്ക് നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ ഒരു തരത്തിൽ ഒഴിവാക്കാൻ പറ്റും. നമുക്ക് MCQs നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ബയോസ്ഫിയർ? ബയോസ്ഫിയറിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയി? ബയോസ്ഫിയറിൽ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് ഉണ്ട്. ബയോസ്ഫിയറിൽ എല്ലാ ലിവിങ് ഓർഗാനിസംസും ഉണ്ട്. എന്നിട്ട് ഈ ലിവിങ് ഓർഗാനിസംസ് അതിൻ്റെ സറൗണ്ടിങ് എൻവയോൺമെൻറ്റിനോട് നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്താണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ഓൾ ലിവിങ് ഓർഗാനിസംസ് ആണ് ബയോസ്ഫിയറിലുള്ളത്, ബയോ ലിവിങ്. ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സ് ആർ ഓൾസോ നോൺ ആസ്. നമുക്ക് ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സ് ഉണ്ട്, ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് ഉണ്ട്. ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സിന് എന്ത് പേരിലാണ് പറയുന്നത്? ട്രോപ്പിക്കൽ സാവന്നാസ് ആണ്. ഓക്സിജൻ കമ്പൈൻസ് വിത്ത് അയൺ ഫൗണ്ട് ഇൻ ദ റോക്സ് ടു ഫോം. ഓക്സിജൻ എന്തെങ്കിലുമായിട്ട് ചേരണം, അതിൻ്റെ ഓക്സൈഡാണ് ഫോം ചെയ്യുക, അയൺ ഓക്സൈഡ്. During photosynthesis, carbon dioxide combines with water in the presence of sunlight to form carbohydrates. അപ്പം ഫോട്ടോസിന്തസിസ് നടക്കുമ്പം കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടെ ലീഫിൻ്റെ ക്ലോറോഫിൽ വെച്ചിട്ട് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ നടക്കുന്ന പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ്. അതിൽ കാർബോഹൈഡ്രേറ്റ് ഫോം ചെയ്യുന്നു. കാർബോഹൈഡ്രേറ്റ് പിന്നെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഓക്സിജനെ ഫോം ചെയ്യും. ഈ ഓക്സിജനാണ് നമ്മൾ ശ്വസിക്കുന്നത്.